ഹായ്, ഷെഫി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു KFC ഫ്രൈഡ് ചിക്കൻ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റത്തേക്ക് ഇത് മാറ്റി വെക്കേണ്ടതാണ്. ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളി, കുരുമുളക്, ഒരു കഷ്ണം ഉള്ളി നമുക്ക് നല്ലപോലെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ മാറ്റിവെച്ച മിൽക്കും ബട്ടർ മിൽക്കായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കുള്ള ചിക്കൻ, സ്കിന്നുള്ള ചിക്കൻ എടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5-6 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് 2 ടൈപ്പ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ഇടാം. ആവശ്യത്തിനുള്ള മൈദയും ഇട്ട് 1 സ്പൂൺ കോൺഫ്ലവർ, അര ഗ്ലാസ് വെള്ളം, അതായത് പച്ചവെള്ളമാണ് എടുക്കേണ്ടത്. നല്ലപോലെ ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ബേക്കിംഗ് സോഡ ഇതിലേക്കിട്ട് ഒന്നുകൂടി ഇളക്കാം. അടുത്തത് ഇനി ഒരു ഡ്രൈ മിക്സാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്ത് നമ്മുടെ ചിക്കൻ അനുസരിച്ച് മൈദയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്താൽ മതി. അതായത് നമ്മുടെ ഫസ്റ്റ് ചെയ്ത മിക്സിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏറ്റവും പുറമെയുള്ള മിക്സിനാണ് ഇത് റെഡിയാക്കുന്നത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഒരു 15 മിനിറ്റ് മുന്നേ എങ്കിൽ പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് ഫസ്റ്റ് മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മുക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഡ്രൈ മിക്സിൽ ഇടുക. ആ സമയത്തിന് നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ മിക്സിൽ മുക്കിയെടുത്ത ചിക്കൻ ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കാം. തീ എപ്പോഴും കുറഞ്ഞ രീതിയിലായിരിക്കണം. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.